നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗൃഹസന്ദർശനം നടത്തുന്ന നേതാക്കൾക്ക് CPMന്റെ പെരുമാറ്റച്ചട്ടം. പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടിയെടുക്കുമെന്നും ജനങ്ങളുമായി തർക്കിക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്തെ KSEB ഓഫീസുകളിൽ വൻ ക്രമക്കേട്. 41 ഉദ്യോഗസ്ഥർ വാങ്ങിയ 16 ലക്ഷത്തിലധികം രൂപ കണ്ടെടുത്തു. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിൽ മിന്നൽ പരിശോധന നടത്തിയത് വിജിലൻസ്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ കരാർ നൽകുന്നതായും കണ്ടെത്തൽ. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യ ഹർജി തള്ളി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി. രാഹുലിനെതിരെ സമാന പരാതികൾ ഉണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചു. ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കോടതി നിരീക്ഷണം. ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിക്കാൻ രാഹുൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 4ാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുന്നു. കണ്ണൂർ 1ാം സ്ഥാനത്ത്. വീഡിയോ കോൺഫറൻസിലൂടെ പോസ്റ്റർ മത്സരത്തിൽ പങ്കെടുത്ത് ഗുരുതര രോഗം ബാധിച്ച വിദ്യാർത്ഥിനി. കാസർഗോഡ് സ്വദേശിനി സിയ ഫാത്തിമയ്ക്ക് A ഗ്രേഡ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലം SITക്ക് കൈമാറി. BSSയിൽ നിന്നുമുള്ള റിപ്പോർട്ട് കൈമാറിയത് കൊല്ലം വിജിലൻസ് കോടതി. സ്വകാര്യ ആശുപത്രിയിൽ റിമാൻഡിലുള്ള മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീട് കയറി പ്രചരണം നടത്തുന്നവർക്കുള്ള പെരുമാറ്റച്ചട്ടം പുറത്തിറക്കി CPM ഇറക്കിയ സർക്കുലറിന്റെ പകർപ്പ് പുറത്ത്. ജനങ്ങളുമായി തർക്കിക്കാൻ നിൽക്കരുത്. ജനങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ക്ഷമാപൂർവ്വം മറുപടി നൽകണം. വീടിനകത്ത് കയറി വേണം ജനങ്ങളുമായി സംസാരിക്കാനെന്നും പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടിയെന്ന് പറയണമെന്നും സർക്കുലറിൽ പറയുന്നു. RSSനും ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ പാർട്ടി ഉയർത്തുന്ന വിമർശനങ്ങൾ വിശ്വാസികൾക്കെതിരെ അല്ലെന്ന് പറയണമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലറിലാണ് നിർദ്ദേശങ്ങൾ ഉള്ളത്. KSEBയിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേടും ലക്ഷങ്ങളുടെ അഴിമതിയും കണ്ടെത്തി. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിൽ നടത്തിയ റെയ്ഡിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. വിവിധ ഉദ്യോഗസ്ഥർ കമ്മീഷൻ ഇനത്തിൽ പലരിൽ നിന്നുമായി അക്കൗണ്ടിലൂടെ മാത്രം വാങ്ങിയത് 16,50,000 രൂപയാണ്. കരാറുകാരിൽ നിന്നും കമ്മീഷൻ ഇനത്തിൽ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി പരിശോധന നടത്താതെ ബിൽ മാറിക്കൊടുക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ 5 വർഷം നടത്തിയ കരാർ പ്രവർത്തികൾ വിജിലൻസ് പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ സെക്ഷൻ ഓഫീസുകളിലെ 41 ഉദ്യോഗസ്ഥർ പല കരാറുകാരിൽ നിന്നും അക്കൗണ്ടുകളിലൂടെ മാത്രം 16,50,000 രൂപ കൈക്കൂലിയായി കൈപ്പറ്റിയിട്ടുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി. തിരുവനന്തപുരം വർക്കലയിൽ സബ് എഞ്ചിനീയർ 55,200 രൂപയും മറ്റൊരാൾ 38,000 രൂപയും ഗൂഗിൾ പേ വഴി കരാറുകാരനിൽ നിന്ന് കൈപ്പറ്റി. കോട്ടയത്ത് സബ് എഞ്ചിനീയർ 1,83,000 രൂപയും ഓവർസിയർ 18,550 രൂപയുമാണ് വാങ്ങിയത്. കട്ടപ്പന സെഷൻ ഓഫീസിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ 2,35,700 രൂപ വാങ്ങിയിട്ടുണ്ട്. ഇതേ ഓഫീസിലെ 4 ഉദ്യോഗസ്ഥർ 1,86,000 രൂപ കരാറുകാർക്ക് അയച്ചു കൊടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ബിനാമി കരാറുകാരെ വെച്ച് ഉദ്യോഗസ്ഥർ തന്നെ വർക്ക് ഏറ്റെടുത്തു ചെയ്യുന്നതാണോ എന്നാണ് വിജിലൻസ് സംശയിക്കുന്നത്. ഭൂരിഭാഗം ഓഫീസുകളിലും കരാറുകൾ നൽകുന്നത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ്. കരാർ പ്രവർത്തികൾ ടെൻഡർ നടപടിക്രമങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതിനായി വലിയ തുകയുടെ പ്രവർത്തികളെ ചെറുകിട കൊട്ടേഷനുകളായി വിഭജിച്ച് നൽകുന്ന രീതിയും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരേ കരാറുകാരന് തന്നെ വിവിധ പ്രവർത്തികളുടെ കരാർ വർഷങ്ങളായി നൽകിയിരിക്കുന്നതായും കരാറടിസ്ഥാനത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന വാഹനങ്ങളുടെ ഉപയോഗത്തിൽ ക്രമക്കേടുകൾ നടക്കുന്നതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഭൂരിഭാഗം ഓഫീസുകളിലും കരാർ പ്രവർത്തികളുടെ ഫയലുകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ല. ഇത്തരത്തിൽ സംസ്ഥാനത്തെ വിവിധ ഓഫീസുകളിൽ ലക്ഷങ്ങളുടെ കൈക്കൂലി ഇടപാടുകളാണ് നടന്നിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന കോടതിയുടെ നിരീക്ഷണം. 3ാം ബലാത്സംഗ കേസിൽ രാഹുലിന്റെ ജാമ്യ ഹർജി തള്ളി തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. ഇതോടെ മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ രാഹുൽ റിമാൻഡിൽ തുടരും. മജിസ്ട്രേറ്റ് കോടതി ജാമ്യ ഹർജി തള്ളിയതോടെ പ്രതിഭാഗം ജാമ്യത്തിനായി തിങ്കളാഴ്ച പത്തനംതിട്ട സെഷൻസ് കോടതിയെ സമീപിക്കും.
കഴിഞ്ഞ ദിവസം വിശദമായി വാദം കേട്ട ശേഷമാണ് തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യഹർജിയിൽ ഇന്ന് തീർപ്പ് കൽപ്പിച്ചത്. മുമ്പും സമാനമായ കുറ്റകൃത്യത്തിൽ പ്രതി ഏർപ്പെട്ടിട്ടുണ്ട് എന്നും ജാമ്യം ലഭിച്ചാൽ ഇരയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നും ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി ചൂണ്ടിക്കാട്ടി. ലൈംഗിക ബന്ധം ഉഭയസമ്മർദ്ദപ്രകാരമല്ലെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഒപ്പം പരാതിക്കാരിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം ഗൗരവതരമാണെന്നും കോടതി പറഞ്ഞു. പരാതിക്കാരിയുടെ മൊഴിയിൽ ഒപ്പില്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദമടക്കം കോടതി തള്ളിക്കളഞ്ഞു. ഡിജിറ്റൽ ഒപ്പ് മതിയെന്നും നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെന്നും കോടതി വ്യക്തമാക്കി. ബാഹ്യസമ്മർദ്ദമുണ്ടായെന്ന പ്രതിയുടെ വാദം നിലനിൽക്കില്ല. അറസ്റ്റ് നിയമപരമാണെന്നും അന്വേഷണ നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. മജിസ്ട്രേറ്റ് കോടതി ജാമ്യഹർജി തള്ളിയതോടെ പ്രതിഭാഗം ജാമ്യത്തിനായി തിങ്കളാഴ്ച സെഷൻസ് കോടതിയെ സമീപിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക ശാസ്ത്രീയ പരിശോധനാ ഫലം വിജിലൻസ് കോടതി അന്വേഷണ സംഘത്തിന് കൈമാറി. കഴിഞ്ഞ ദിവസം VSSയിൽ നിന്നും പരിശോധനാ ഫലം സീൽ വെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരുന്നു. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ മൂല്യം, പുരാവസ്തു മൂല്യം തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് കൈമാറിയത്. ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്ന റിപ്പോർട്ടാണ് കൊല്ലം വിജിലൻസ് കോടതി SITക്ക് കൈമാറിയിരിക്കുന്നത്. ശബരിമലയിൽ ഇപ്പോഴുള്ളത് പഴയ പാളികളാണോ പുതിയതാണോ എന്നതും പാളികളിലെ സ്വർണത്തിന്റെ അളവ് നിർണ്ണയിക്കുന്ന ശാസ്ത്രീയ പരിശോധന നടന്നത് VSSയിലാണ്. 15 സാമ്പിളുകളാണ് പരിശോധിച്ചത്. എത്രത്തോളം സ്വർണം നഷ്ടമായി എന്നറിയുന്നതിൽ ഈ പരിശോധനാ ഫലം നിർണായകമാണ്. 42 കിലോ പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ച് കട്ടിയാക്കി എന്നാണ് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ SITയുടെ അന്വേഷണത്തെ സാധൂകരിക്കുന്ന പരിശോധനാ ഫലമാണോ റിപ്പോർട്ടിലുള്ളത് എന്നാണ് അറിയേണ്ടത്. ശബരിമലയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾക്ക് പുറമെ കേസിലെ പ്രതിയായ ഗോവർദ്ധനിൽ നിന്ന് കണ്ടെടുത്ത സ്വർണവും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഈ പരിശോധനാ ഫലത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാകും SIT തിങ്കളാഴ്ച വിശദമായ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാകും അന്വേഷണം CBIക്ക് കൈമാറുന്നതടക്കം ഹൈക്കോടതി തീരുമാനമെടുക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ശാന്തി നിയമനത്തിന് തന്ത്ര വിദ്യാലയങ്ങളുടെ സർട്ടിഫിക്കറ്റ് യോഗ്യതയായി അംഗീകരിച്ച് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ച അഖില കേരള തന്ത്രി സമാജം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പാർട്ട് ടൈം തന്ത്രിമാരുടെ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച് 2023 പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ച യോഗ്യതയാണ് ചോദ്യം ചെയ്താണ് ഹർജി നൽകിയിട്ടുള്ളത്. നേരത്തെ കേരള ഹൈക്കോടതി ദേവസ്വം ബോർഡും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡും അംഗീകരിച്ച തന്ത്രവിദ്യാലയങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് യോഗ്യതയായി അംഗീകരിക്കാമെന്ന് വിധിച്ചിരുന്നു. എന്നാൽ താന്ത്രിക വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാലയങ്ങളെ വിലയിരുത്താനും അംഗീകാരം നൽകാനുമുള്ള വൈദഗ്ധ്യമോ നിയമപരമായ അധികാരമോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇല്ലെന്നാണ് അഖില കേരള തന്ത്രി സമാജത്തിന്റെ വാദം. Co-powered by Vismaya Amusement Park, Parashinikadavu, Kannur. In association with Swarnamukhi Gold and Diamonds, Suryaprabhayude Swarnamukham, Kairali Agriculture Multi-State Cooperative Society Limited, Frico Pain Spray, Herbal Pain Reliever, a product of Vaidyaratnam, Aushadhi, a Government of Kerala undertaking. Takita takita jum takita nam takita tum tarigida tigidim takita takadim takita tatum. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 4ാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രീജിത്ത് നായർ ചേരുന്നുണ്ട് തൃശ്ശൂരിലെ കലോത്സവ നഗരിയിൽ നിന്നും. ശ്രീജിത്ത്, 4ാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുന്നു. എങ്ങനെയാണ് പോയിന്റ് നിലയൊക്കെ? നമുക്കറിയാം ഇനി ഒരു ദിവസം കൂടി മാത്രമാണ് കലോത്സവം അവസാനിക്കാനായിട്ട്, ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ഏതൊക്കെ ജനപ്രിയ ഇനങ്ങളാണ് അരങ്ങിൽ എത്തിയത്? വിവരങ്ങൾ. ശ്രീ, വളരെ സജീവമായൊരു ദിവസം തന്നെയാണ് ഇന്ന് കടന്നുപോയത്. 4ാം ദിവസം. നാളെ മത്സരം അവസാനിക്കാൻ ഇരിക്കുകയാണ്. നാളെ മത്സരം അവസാനിക്കുമ്പോൾ 4 മത്സരങ്ങൾ മാത്രമാണ് നാളെ ബാക്കിയുള്ളത്. 87% മത്സരങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ പോയിന്റ് നില നോക്കുമ്പോൾ കണ്ണൂർ ജില്ല 887 പോയിന്റുമായി 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. കോഴിക്കോട് 879 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. 877 പോയിന്റുമായി പാലക്കാടാണ് 3ാം സ്ഥാനത്തുള്ളത്. നമ്മൾ നേരത്തെ ആദ്യ ദിവസങ്ങളിലൊക്കെ തൃശ്ശൂർ
തൃശ്ശൂർ രണ്ടാം സ്ഥാനം വരെ വന്നിരുന്നു. പക്ഷേ തൃശ്ശൂർ പിന്നീട് ഒരല്പം പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. സംഘനൃത്തമാണ് ഇപ്പോൾ പ്രധാന വേദിയിൽ നടക്കുന്നത്. വളരെ പാക്ഡ് ആയിട്ടുള്ള, അതായത് നിറഞ്ഞു കവിഞ്ഞ സ്റ്റേജ്, അതാണ് വേദിയാണ് സൂര്യകാന്തി ഇപ്പോൾ. കാരണം ശനിയാഴ്ചയാണ്, മാത്രമല്ല നാളെ ഈ കലോത്സവം അവസാനിക്കുകയാണ്. ഈ ഘട്ടത്തിൽ വളരെ സജീവമായിരിക്കുന്നു വേദിയും പവലിയനും. മറ്റ് തേക്കിൻകാട് മൈതാനമാകെ ജനനിബിഡമാണ്. മാത്രമല്ല മറ്റ് വേദികളിലെല്ലാം തന്നെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 87% മത്സരങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് 35 മത്സരങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 243 മത്സരങ്ങൾ ബാക്കിയുള്ളത്. നമ്മളോടൊപ്പം 2 അതിഥികളുണ്ട്. അതിഥികൾ എന്ന് പറഞ്ഞാൽ അത് അമൃതയുടെ കുടുംബവുമായി ചേർന്ന് നിൽക്കുന്ന അതിഥികളാണ്. മാത്രമല്ല അവർ ഇത്തവണ എ ഗ്രേഡ് നേടുകയും തുടർച്ചയായി 10ാം ക്ലാസ് മുതൽ മിമിക്രിയിൽ എ ഗ്രേഡ് നേടുകയും ചെയ്ത അവാനാണ്. ഒപ്പം കലാഭവൻ നൌഷാദ്, ഇദ്ദേഹം കോമഡി മാസ്റ്റേഴ്സ് കലാഭവൻ അഷ്റഫ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ മകനും മിമിക്രി താരമാണ്. എന്തായാലും അവരെ രണ്ടുപേരുമാണ് ഇന്ന് നമ്മളുടെ അതിഥികളായുള്ളത്. എന്തായാലും വളരെ സന്തോഷം രണ്ടുപേരെയും ഒരുമിച്ച് ഈ വേദിയിൽ കിട്ടിയതിന്. മകൻ നല്ലൊരു മിമിക്രി താരമായി വരുന്നു. പഠനത്തോടൊപ്പം തന്നെ എന്താണ് എങ്ങനെയുണ്ടായിരുന്നു കലോത്സവ വേദിയിലെ ഇത്തവണത്തെ പ്രകടനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ കുറച്ച് ശബ്ദങ്ങൾ ഇവിടെ ചെയ്യാം, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യാം. അതാണല്ലോ നല്ലത്, ഒരുമിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള ഒരു പെർഫോമൻസ്. അപ്പോൾ ഞങ്ങൾ ബീറ്റ് ബോക്സറാണ്. ബീറ്റ് ബോക്സ് നന്നായിട്ട് പാട്ടൊക്കെ വായിക്കും. പാട്ട് അപ്പോൾ നമ്മൾ പഴയൊരു പാട്ട് പാടി തുടങ്ങാം അല്ലേ? പഴയൊരു പാട്ട് പാടി. നീ മധു പകരൂ മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മധു പകരൂ മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മഴവില്ലേ നീല നിലാവൊളിയേ. ഈ കലാഭവൻ മണിച്ചേട്ടൻ്റെ ഏറ്റവും ഇറ്റാറ് പാട്ടുണ്ട്. ആരാരും ആവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്ന വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. ആരാരും ആവാത്ത കാലത്ത് ഞാൻ ഓട്ടി നടന്ന വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. 100ന്റെ നോട്ടിന് പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയൊരൊട്ട വണ്ടി. ആരാരും ആവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്ന വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. മലയാളത്തിന്റെ ഇപ്പോഴത്തെ യുവ സൂപ്പർ സ്റ്റാർ നെസ്ലിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. നിങ്ങക്ക് എന്നെ അറിയാൻ പാടില്ല എന്നിട്ടാണ് എല്ലാവരെയും കരയിപ്പിച്ചേ ഞാൻ. കയ്യുകൊണ്ടല്ല, നാവിന്റെ ബലത്തില്. എന്ത് പണ്ടാരൂണവൻ ഒരുമാതിരി ജാടയും കണ്ടപ്പോ തന്നെ ഒടുക്കത്തെ പഞ്ചിടയിലും. അടുത്തത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ലൊരു വില്ലനുണ്ട്, സാഗർ സൂര്യ. പണി എന്ന സിനിമയിലെ വില്ലൻ. അവന്റെ ശബ്ദം. ഗിരിയേട്ടൻ എന്തുട്ടാ ഗിരിയേട്ടന്റെ സെറ്റപ്പ്? ഏറടാ ഏറന്റെ ഒപ്പനതല്ലേ? നിനക്കെതിലുണ്ടെങ്കിൽ എന്നോട് ചോദിക്കടാ. നീ ആരടോണ? ഞാനടോണ് ഡോൺ സെബാസ്റ്റ്യൻ. ഷൈൻ ടോം ചാക്കോ. ഞാനറിയാൻ പാടില്ല ചോദിക്കണം. ഇത് സിനിമയുടെ ഇന്റർവ്യൂ അല്ലേ? നമ്മള് സിനിമയുടെ ഇന്റർവ്യൂ സിനിമയുടെ കാര്യമില്ലേ ചോദിക്കുക അല്ലേ? ബാത്റൂമിൽ ഇറങ്ങി വരുമ്പോ ബാത്റൂമിന്റെ കാര്യം ചോദിക്കണ്ടേ? ഞാൻ ട്രോളിയതല്ല, അതല്ലേ സത്യം. രജനികാന്ത് മൈക്കോ. Galada King நான் வச்சதுதான் ரூல்ஸ். அந்த ரூல்ஸ் ஏற்றத்துக்குள்ள அப்பப்போ மாட்டிக்கிட்டே இருப்பேன். அதை வச்சு இப்போ நீக்கிட்டு ஃபாலோ பண்ணணும். அதை விட்டு அதாவது அலாவரி கொலை போன நினைச்ச உன்னை கண்டம் தொண்டமா வட்டி கழிச்சு போட்டுடுவேன். ஹுக்கும் ടൈഗർ കാ ഹുക്കും. ഇതേ ഡയലോഗ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് പറഞ്ഞാൽ ഇവിടെ ഞാനാണ് കിങ്, ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ റൂൾസ്. എൻ്റെ റൂൾസ് എൻ്റെ ഇഷ്ടത്തിന് ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അത് അനുസരിക്കാൻ പറ്റാത്തവരോട് എനിക്ക് പറയാനുള്ളത് കടക്ക് പുറത്ത് ഹുക്കും, പിണറായി കാ ഹുക്കും. അവസാനമായി നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ പൂരപ്പറമ്പിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? പ്രിയമുള്ള നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. പല ആളുകൾ പറയും ഞാൻ പാട്ട് പാടുമ്പോൾ അതിൽ മസാല ചേർക്കാറുണ്ടെന്ന്. സത്യമായിട്ട് പറഞ്ഞാലൊന്നുമില്ല. എൻ്റെ അച്ഛൻ അറിയാലോ, പുള്ളി കള്ള് ഷാപ്പിൽ പോയിട്ട് 2 വിട്ടിട്ട് എന്നോട് പറയും, എടാ മണിയെ ഇവിടെ കംപ്ലീറ്റ് കള്ളൂടിയന്മാരാ. ആ അച്ഛൻ്റെ പാട്ടാ, മണിയുടെ എല്ലാം. അപ്പം അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി 2 വരി പാട്ട് പാടാ. റെഡിയല്ലേ? വാരിക്കച്ചക്കട ചൂള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി,
കൊടകരയിൽ കാവടിയാടും കണ്ടിട്ട് ഞാനൊരു മിന്നായോ, കണ്ടിട്ട് ഞാനൊരു മിന്നായോ. ചാട്ടുള് മുറ തുള തുളക്ക് മൂർച്ചയുള്ളൊരു നോട്ടമാ, മൂർച്ചയുള്ളൊരു നോട്ടമാ. കാലിടറിന് വയറരിയിൽ ഇടികുടുങ്ങണ് നെഞ്ചിലട്ടെ. ആക്കം കണ്ടപ്പം നോക്കിപ്പോയ തലതെറിച്ചൊരു കുറ്റാണോ, തലതെറിച്ചൊരു കുറ്റാണോ. വിളിച്ചിട്ടല്ലടി പറഞ്ഞിട്ടല്ലേ വേണ്ടടി കല്യാണി. താങ്ക് യു, താങ്ക് യു. ഗംഭീരമാകട്ടെ. ഇനിയുള്ള യാത്രകളും മകൻ്റെയും അച്ഛൻ്റെയും കോമ്പിനേഷൻസും എല്ലാം അടിപൊളിയായിട്ട് പോകട്ടെ. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വളരെ നല്ല രസകരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും കലോത്സവ വേദിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഒരു ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നാളെ വൈകിട്ട് സമാപന സമ്മേളനമാണ്. സമ്മേളനത്തിന് സമയബന്ധിതമായി മത്സരങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതും വിവാദങ്ങളില്ലാതെ കലോത്സവത്തെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതും സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. എന്നാലും ജനനിബിഡമായി തന്നെ ഇരിക്കുകയാണ് ഈ പവലിയനും. ഒപ്പം തന്നെ എല്ലാ വേദികളിലും നല്ല ഒരു പ്രേക്ഷക സാന്നിധ്യം കാണാൻ സാധിക്കും. പ്രധാന വേദിയായ സൂര്യകാന്തിയിൽ ഇപ്പോൾ സംഘനൃത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ വളരെ വ്യത്യസ്തമായ മത്സരങ്ങൾ പതിവ് പോലെ ഇന്ന് പൂർത്തിയായിരിക്കുന്നു. 87% മത്സരങ്ങളും ഈ ഘട്ടത്തിൽ പൂർത്തിയായിരിക്കുകയാണ്. അശ്വതി, കലോത്സവ വേദിയിലെ വിശേഷങ്ങളാണ് ശ്രീജിത്ത് നായർ പങ്കുവച്ചത്. ഇനി മറ്റൊരു കലോത്സവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നോക്കാം. തിങ്ങി നിറഞ്ഞ വേദി അല്ലെങ്കിലും വേദി 12-ൽ കലയ്ക്കപ്പുറം കാര്യവുമുണ്ട്. ഭാവഭേദങ്ങളുടെ പല കാലഘട്ടങ്ങൾ ഒരുമിച്ച വേദി കൂടിയായിരുന്നു വേദി 12. പുതിയ തലമുറ കേരളത്തിന്റെ പാരമ്പര്യ കലയെ ഏറ്റെടുക്കുന്ന നല്ല സുന്ദര കാഴ്ച. പച്ച കത്തി കരി താടി കഥകളി വേഷങ്ങൾ അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി അരങ്ങിൽ കെട്ടിയാടുമ്പോൾ സദസ്സിൽ നടന്നത് തലമുറകളുടെ സംഗമം. കൃത്യമായ ഇടവേളകളിൽ വേഷങ്ങൾ പലത് വന്നു വേദിയിൽ. ആംഗികം, സാത്വികം, വാചികം, ആഹാര്യം, ഭാവങ്ങൾ പലത് മിന്നിമാഞ്ഞു വേഷമുഖങ്ങളിൽ. ഒപ്പം സദസ്സിലും ഭാവഭേദങ്ങളുടെ തലമുറ സംഗമം. കഥകളിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച സദനം കൃഷ്ണൻകുട്ടിയാശാന്റെ ഭാവപ്രകടനങ്ങൾ. വേദിയിൽ നിന്ന് മിഴികളെടുക്കാതെ ഭാവങ്ങൾ വിരിയുന്ന മുഖം, സംഗീതത്തിനൊത്ത് ചലിക്കുന്ന കൈകൾ, തൊട്ടുപിന്നിൽ കഥയറിയാതെ ആട്ടം കാണുന്ന കുരുന്നുകൾ. വേദിയിൽ നോക്കി ചലിക്കുന്ന അർത്ഥമില്ലാത്ത മുദ്രകൾ. പുതുതലമുറയ്ക്ക് അത്ര പ്രിയമല്ലാത്ത കഥകളി എന്ന കലയിൽ തലമുറകൾ പലത് ഒത്തുചേരുകയായിരുന്നു അവിടെ. അവതരിപ്പിച്ചൊക്കെ ഉന്നത നിലവാരം പുലർത്തിയിട്ടുള്ള സന്ദർഭമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ അനവധി കാലമായിട്ട് ഇത് കാണാനായി മാത്രം വരുന്ന ഒരാളാണ്. ഏതായാലും വളരെ സന്തോഷം തന്നെ പറയാൻ ഇരിക്കാൻ വയ്യ. ഏതായാലും വളർന്നു വരുന്ന തലമുറകൾക്കെല്ലാം ഇതൊരു പ്രചോദനമായി വരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. കേരളത്തിന്റെ തനതായ ദൃശ്യകലാരൂപത്തെ പുതുതലമുറയും ഏറ്റെടുക്കുകയാണ്. യുവജനോത്സവ വേദിയിലെ മത്സരയിനം എന്നതിനപ്പുറം ജീവിതം തന്നെ കഥകളി എന്ന കലയ്ക്കായി ഒഴിഞ്ഞുവെക്കുന്ന പുതുതലമുറ. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനം, ക്ഷമ, ഏകാഗ്രത എല്ലാം ഒത്തുചേരുന്ന ആത്മസമർപ്പണം. അവർക്കായി പ്രായഭേദമന്യേ തലമുറകൾ സദസ്സിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നു. അവതരണ മികവിൽ കൈയടിക്കുന്നു. വേദി വിട്ടിറങ്ങുന്ന വേഷങ്ങൾക്കൊപ്പം ചിത്രങ്ങൾ പകർത്തി ചേർത്തു നിർത്തുന്നു. ഒന്നുറപ്പാണ്, കല കാലാതീതമായി നിലനിൽക്കും. കഥകളിയും കാലങ്ങൾക്കപ്പുറവും കാത്തു സംരക്ഷിക്കപ്പെടും. അത് പറയാതെ പറയുകയാണ് കഥകളി വേദിയിലെ ഈ തലമുറ സംഗമം. കലോത്സവ വേദിയിൽ നിന്ന് ബിജു മുരളീധരനോടൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഹൗറയ്ക്കും ഗുവാഹത്തിക്കും ഇടയിലാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത്. സ്റ്റേഷനിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. പശ്ചിമ ബംഗാളിലെ ഹൗറയ്ക്കും അസം തലസ്ഥാനമായ ഗുവാഹത്തിക്കും ഇടയിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ദീർഘദൂര യാത്രകൾ വേഗതയേറിയതും സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കും. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത സ്ലീപ്പർ ട്രെയിൻ കുറഞ്ഞ തുകയിൽ വിമാനയാത്രാ സൗകര്യങ്ങളാണ് ലഭ്യമാക്കുന്നത്. ഓട്ടോമാറ്റിക് വാതിലുകൾ, ശബ്ദമലിനീകരണം കുറഞ്ഞ കോച്ചുകൾ, മികച്ച സസ്പെൻഷൻ, അത്യാധുനിക ബർത്തുകൾ എന്നിവ യാത്ര സുഖകരമാക്കും. രാത്രിയാത്രയ്ക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ട്രെയിനിൽ 16 കോച്ചുകളാണ് ഉണ്ടാവുക. നിലവിൽ പശ്ചിമ ബംഗാളിലെയും അസമിലെയും 9 സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുള്ളത്. ചടങ്ങിൽ 3000 കോടിയിലധികം രൂപയുടെ റെയിൽ, റോഡ്, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ടി.വി.
മലിനജല ദുരന്തമുണ്ടായ ഇൻഡോർ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി MP മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. PCC മേധാവി ജിതു പട്വാരി, പ്രതിപക്ഷ നേതാവ് ഉമാങ് സിംഗാർ തുടങ്ങിയ സംസ്ഥാന നേതാക്കളും രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ടായിരുന്നു. ശുദ്ധജല വിതരണ ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാർ ഒഴിഞ്ഞുമാറുകയാണെന്നും സർക്കാർ മറുപടി പറയണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. राजनीति नहीं है, यहाँ पे मैं विपक्ष का नेता हूँ. यहाँ पे लोगों की मृत्यु हुई है, यहाँ पे लोगों को साफ पानी नहीं मिल रहा है. मैं इनका मुद्दा उठाने आया हूँ, उनकी मदद करने आया हूँ. इसमें कोई गलत काम नहीं है. मेरा काम है. एक सेकंड मेरा एक सेकंड बोलने दीजिए मुझे. एक सेकंड मुझे बोलने दीजिए. आप सवाल पूछ रहे हैं, मुझे बोलने दीजिए. तो मेरी जिम्मेदारी बनती है कि हमारे देश में लोगों को साफ पानी नहीं मिल रहा है और मैं इनकी मदद करने यहाँ आया हूँ, इनके साथ खड़े होने आया हूँ. आप इसको जो भी कहना चाहते हैं कह लीजिए, राजनीति कहना चाहते हैं, जो भी कहना चाहते हैं कह लीजिए, मुझे फर्क नहीं पड़ता है. मैं इनके साथ यहाँ खड़ा हूँ और इनको आप साफ पानी दिलवाइए. धन्यवाद. സംഘർഷം ലഘൂകരിക്കാൻ ഇറാന് പിന്തുണ നൽകുമെന്ന് ചൈനയും റഷ്യയും. UN സുരക്ഷാ കൌൺസിലിൽ ചൈനയും റഷ്യയും ഇക്കാര്യം അറിയിച്ചു. ഏത് അമേരിക്കൻ സൈനിക ആക്രമണവും വലിയ യുദ്ധത്തിന് വഴി വയ്ക്കുമെന്നും വിലയിരുത്തൽ. അതേസമയം ഇറാനിൽ നിന്നുമുള്ള ഇന്ത്യക്കാരുടെ ആദ്യ സംഘം മടങ്ങിയെത്തി. ഇറാനിലെ സ്ഥിതി ഭയാനകമെന്ന് മടങ്ങിയെത്തിയവർ പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ശക്തമാകുന്ന സാഹചര്യത്തിലാണ് സംഘർഷം ലഘൂകരിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത്. സൈനിക നടപടിക്കൊരുങ്ങിയ അമേരിക്ക അയഞ്ഞത് മേഖലയിൽ വലിയ ആശ്വാസം നൽകുന്നുണ്ട്. ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സംഘർഷം വ്യാപിക്കുമെന്ന ആശങ്കയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. ആഭ്യന്തര സംഘർഷം പരിഹരിക്കാൻ ഇറാന് പിന്തുണയുമായി ചൈനയും റഷ്യയും രംഗത്തെത്തി. രാജ്യത്തിന്റെ പരമാധികാരത്തെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ ചൈനയും റഷ്യയും UN സുരക്ഷാ കൌൺസിലിൽ ഇറാന് പിന്തുണ വാഗ്ദാനം ചെയ്തു. അതേസമയം ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ആദ്യ സംഘം മടങ്ങിയെത്തി. हमें आइडिया नहीं था, हमें इंटरनेट ही नहीं था, लेकिन हम खुद आए हैं. फिलहाल हमें कुछ आइडिया नहीं, अभी नहीं. हाँ, सुनने में आ रहा था, बट हमने देखा नहीं कुछ. 9,000 ഇന്ത്യക്കാർ നിലവിൽ ഇറാനിലുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇറാനിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിയ സാഹചര്യത്തിൽ പ്രത്യേക വിമാനങ്ങളുടെ സഹായത്തോടെയാണ് ഒഴിപ്പിക്കൽ. ടെഹ്റാൻ, ഇസ്ഫഹാൻ എന്നീ നഗരങ്ങളിലെ മെഡിക്കൽ കോളേജുകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ഇന്ത്യക്കാരെയും ബന്ധപ്പെടുന്നതിന് എംബസി പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നാണ് വിവരം. അമേരിക്കൻ ആക്രമണം ഉടനില്ല എന്ന സൂചനകൾ വന്നെങ്കിലും സ്ഥിതിഗതികൾ സങ്കീർണമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് അമൃത TV. UDFന്റെ അടിത്തറ ശക്തമാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDFിലേക്ക് കൂടുതൽ പാർട്ടികൾ വരുമെന്നും ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFന്റെ അടിത്തറ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലുതാവും, ഒരു സംശയം വേണ്ട. അത് അതാത് സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കാം. നിങ്ങളുടെ ആ വിപുലീകരണത്തിൽ കേരള കോൺഗ്രസ് അതൊന്നും ആ വിഷയമൊന്നും അത് ആ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പറയാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. SITയുടെ കാര്യത്തിൽ അവിശ്വാസമൊന്നും പറഞ്ഞിട്ടില്ല. SITയെ മീതെ സമ്മർദ്ദം ചെലുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശ്രമിക്കുന്നെന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അതേ പറയാം. അത് കോടതി ശരിവെച്ചല്ലോ. വേറെ രീതിയിൽ മന്ദഗതിയിലായി എന്ന് പറഞ്ഞില്ല. ഇടയ്ക്ക് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള താമസം ഉണ്ടായി. വേറെ പല കാര്യത്തിലും പലരെയും ചോദ്യം ചെയ്യുന്നതിൽ താമസം ഉണ്ടായി. ചോദ്യം ചെയ്തതിന്റെ കണക്ഷനിൽ താമസം ഉണ്ടായി. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. എന്തായാലും വെയിറ്റ് ആൻഡ് സീ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം. കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശനത്തിൽ ചർച്ചകൾ നടക്കുന്നില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അവർ എന്ത് നിലപാടെടുത്താലും മുസ്ലിം ലീഗിനെ ബാധിക്കില്ല. ആശയപരമായി യോജിക്കുന്നവരുമായി സഹകരിക്കാമെന്നാണ് UDFന്റെ നിലപാട്. കേരള കോൺഗ്രസിന്റെ UDF പ്രവേശനം UDFിൽ ചർച്ചയായില്ലെങ്കിലും കേരളത്തിൽ ചർച്ചയായെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്ന കാര്യം ഇപ്പോൾ അജണ്ടയിൽ ഇല്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഞങ്ങൾ തികഞ്ഞ കോൺഫിഡൻസിലാണ്. ഞങ്ങളുടെ കോൺഫിഡൻസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തുടർച്ചയായ വിജയങ്ങളാണ്. ഉപതെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് ബാക്കിയിരിക്കെ നടന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രതികൂലമാവേണ്ടിയിരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത്രയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേരള കോൺഗ്രസിൻ്റെ കാര്യം ചോദിക്കുന്നു. അല്ല, എനിക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു തുടക്കമുണ്ടെങ്കിൽ എനിക്കൊരു തുടക്കമുണ്ട്. കേരള കോൺഗ്രസിൻ്റെ കാര്യം ചോദിക്കുന്നു. ശരിയാണ്, ചോദ്യം പ്രസക്തമാണ്. ഇന്നലെ സംഭവിച്ചതല്ലേ? എന്താ സംഭവിച്ചത്? കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പൊതുനിലപാടെടുത്തിരുന്നു.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പൊതു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആശയപരമായി യോജിക്കുന്നവർ വന്നാൽ എടുക്കാം. അവരോട് ആശയപരമായി വിയോജിപ്പൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വന്നാൽ സ്വാഗതം ചെയ്യും എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആ അജണ്ട അവർ വരുന്ന കാര്യം അവർ വേറെ കക്ഷിയിലിരിക്കുന്നതല്ല, മുന്നണിയിലിരിക്കുന്നതല്ല. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിലെ സമരം ഒരാഴ്ചത്തേക്ക് നിർത്തുന്നുവെന്നും ഈ സമയത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് കളക്ടർ ഉറപ്പു നൽകിയെന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. സർവീസ് റോഡുകൾ അടക്കമുള്ള നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്നും പാലാഴിയിൽ മണ്ണിടിഞ്ഞ ഭാഗം പഴയപടിയാക്കുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് ടോൾ പിരിവിൽ ഇളവ് നൽകുന്നത് ഹൈവേ അതോറിറ്റിയെ കളക്ടർ അറിയിക്കുമെന്നും പ്രവീൺകുമാർ പറഞ്ഞു. സമരം തുടങ്ങിയത് ഒളവണ്ണ, പെരുമണ്ണ, പന്തീരങ്ക പ്രദേശങ്ങളിലെ ജനങ്ങളെ ബുദ്ധിമുട്ട് മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ടോള്. അതായത് ലോക്കലായി ജീവിക്കുന്ന ആളുകൾക്ക് നിരന്തരമായി ടോൾ കൊടുക്കാൻ സാധിക്കില്ല. അത് ഇൻജസ്റ്റിസ് ആണെന്നാണ്. അതൊരു ഇൻജസ്റ്റിസ് ആണെന്ന് കളക്ടറും ബോധ്യപ്പെട്ടു. ഞങ്ങളുടെ വാദം ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹം റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിൽ ഒരാഴ്ച കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ ഉറപ്പുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സർവീസ് റോഡുകളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒടൽ-നടക്കാവിൽ റോഡ്. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സർവേ നടക്കുന്നില്ലായിരുന്നു. അത് റവന്യൂ ആയിരുന്നു ചെയ്യേണ്ടത്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ സർവേരെ വിട്ട് ആരംഭിച്ച് 15 ദിവസം കൊണ്ട് ആ പണി പൂർത്തീകരിക്കാമെന്ന് ഉറപ്പ് നൽകി. പിന്നീട് മലാപ്പുറം ജംഗ്ഷൻ അടുത്ത ആഴ്ച തന്നെ അത് സഞ്ചാരയോഗ്യമാക്കാമെന്ന് ഉറപ്പ് നൽകി. മൂന്നാമത്തെ കാര്യമാണ് ഹൈലൈറ്റ് മാളിലാക്കുന്ന ജംഗ്ഷൻ. ഹൈലൈറ്റ് മാളിൽ പണി ആരംഭിച്ചതായിരുന്നില്ല. തിങ്കളാഴ്ച പണി ആരംഭിച്ച് 4 മാസം മാക്സിമം ഒരു പോലും ഇടവേളയില്ലാതെ പണി തീർത്ത് സഞ്ചാരയോഗ്യമാക്കാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവ ചടങ്ങുകളിൽ പ്രധാനമാണ് നായാട്ടുവിളി. അയ്യപ്പ ചരിത്രവും ഐതിഹ്യവും പുരാതന വായ്മൊഴി ചൊല്ലുന്നതാണ് നായാട്ടുവിളി. റാന്നി പെരുന്നാട് പുന്നമൂട്ടിൽ കുടുംബാംഗങ്ങൾക്കാണ് നായാട്ടുവിളിയുടെ കാരായ്മാവകാശം. മകരവിളക്ക് ദിനം മുതൽ തുടർച്ചയായി 5 ദിവസമാണ് ശബരിമലയിൽ നായാട്ടുവിളി ചടങ്ങ് നടത്തുന്നത്. പദ്യരൂപത്തിൽ ചിട്ടപ്പെടുത്തിയ അയ്യപ്പചരിതവും ഐതിഹ്യവും ദ്രാവിഡ മലയാള ഭാഷാ ശീലുകളായാണ് ചൊല്ലുന്നത്. ആദ്യ 4 ദിനം 18-ാം പടിക്ക് താഴെ നിലപാട് തറയിൽ തെക്കോട്ട് തിരിഞ്ഞു നിന്നാണ് നായാട്ടുവിളി നടത്തുന്നത്. 5-ാം ദിനം ശരംകുത്തിയിലാണ് നായാട്ടുവിളി ചടങ്ങ്. അല്പാവേശം ചേരുകന്നല്ല പാർത്താൻ കേശവൻ അരുളിവണ്ണം ഈശനും കേട്ടു കോപാൻ ഗിരിമകളോട് പേർത്ത് കുന്നേറി പോകുമ്പോൾ മാർഗമാം ഉദ്യാനത്തിൽ മൈക്കണ്ണാൾ വേഷം കണ്ടോ. മണ്ഡല മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് നായാട്ട് വിളിക്കാനുള്ള കാരായ്മാവകാശം പെരുന്നാട് പുന്നമൂട്ടിൽ കുടുംബത്തിനാണ്. വേട്ടക്കുറിപ്പുണ്ട്. വേട്ടക്കുറിപ്പാണ് ശബരിമലയിൽ നായാട്ട് വിളിക്കുന്നത്. വേട്ടക്കുറിപ്പ് അയ്യപ്പൻ്റെ അവധാന കഥകൾ ഓരോന്നായി ഓരോ ശീലുകൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ കൂടെയുള്ള അനുയായികൾ ഹീ ഹൂ എന്ന് നീട്ടി വിളിക്കും. അതായത് അയ്യപ്പൻ നായാട്ടിന് പോയ സമയത്ത് അക്കരെ മലയിലുള്ള ആളുകളെ കൂടെ കൂട്ടാൻ നീട്ടി വിളിക്കുന്നതാണ് ഹീ ഹൂ എന്ന സങ്കല്പം. മണിമണ്ഡപത്തിൽ നിന്നും 18-ാം പടിക്ക് താഴേക്ക് നടത്തുന്ന അയ്യപ്പസ്വാമിയുടെ വിളക്കിനെഴുന്നള്ളിപ്പോടെയാണ് നായാട്ടുവിളി നടക്കുന്നത്. പെരുന്നാട് പുന്നമൂട്ടിൽ കുടുംബാംഗമായ PG മഹേഷാണ് നായാട്ടുവിളി കുറുപ്പ്. കുടുംബാംഗങ്ങളായ 12 പേരാണ് ഇവരുടെ സംഘത്തിലുള്ളത്. ക്യാമറമാൻ സനിൽ കുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം. മുരുകഭക്ത സംഗമത്തിന് അനന്തപുരിയിൽ ആഘോഷപൂർവ്വം തുടക്കം. ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്ര മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിന്റെ ഭാഗമായ വേൽ ഘോഷയാത്രയും പൂജകൾക്കും LMRK ക്യാപ്റ്റൻ രജിത് കുമാർ നേതൃത്വം നൽകി. വേൽ ഘോഷയാത്രയോടെയാണ് തിരുവനന്തപുരം പൂജപ്പുര മൈതാനിയിൽ നടക്കുന്ന 3 ദിവസത്തെ മുരുകഭക്ത സംഗമത്തിന് തുടക്കമായത്. മുരുകശക്തിയിലൂടെ ഭാരത പരം വൈഭവം എന്ന സന്ദേശമാണ് മുരുകസംഗമം പകരുന്നതെന്ന് LMRK ക്യാപ്റ്റൻ രജിത് കുമാർ പറഞ്ഞു. നമ്മുടെ യോഗികളും സിദ്ധന്മാരും പകർത്തുന്ന യോഗിയുടെ പിൻതലമുറക്കാരാണ്. ആ യോഗി അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് വേണം. വേൽ ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന പൂജകൾക്കും രജിത് കുമാർ നേതൃത്വം നൽകി. ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്ര മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി സംഗമം ഉദ്ഘാടനം ചെയ്തു.
ശിവന്റെയും പാർവതിയുടെയും പുത്രനായ മുരുകനും ഗണപതി. അപ്പം അതിൽ മുരുകൻ്റെ ശക്തി വളരെ വലുതാണ്. ആ ശക്തിക്ക് കാരണം ശക്തി വേലാണ്. മുരുകൻ്റെ വാഹനം ആയുധമാണ്. അപ്പോൾ ഈ വേല ആയുധം ആക്കിയിട്ടുള്ള വേലായുധൻ, ആ വേലായുധനെയാണ് നമ്മൾ മുരുകനായി പ്രാർത്ഥിക്കുന്നത്. മുരുകനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് നടക്കാത്തതായിട്ടുള്ള ഒരു കാര്യവും എല്ലാം സാധിച്ചു തരുന്ന ഒരു മഹാശക്തി അത്ഭുതമാണ് മുരുകൻ. ഉദയസമുദ്ര ഗ്രൂപ്പ് ചെയർമാൻ ചെങ്കൽ എസ് രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. മുരുകഭക്ത സംഗമം സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ഭാഗമാണെന്ന് ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽ പറഞ്ഞു. മുരുകഭക്ത സംഗമത്തിന്റെ ഭാഗമായി നന്ദഗോവിന്ദം ഭജൻസിന്റെ ഭജനയും ഉണ്ടായിരുന്നു. LMRK ക്യാപ്റ്റൻ രജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വേൽപൂജയും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കലയരങ്ങ് co-powered by വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ് കണ്ണൂർ in association with സ്വർണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണമുഖം, കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, ഫ്രീകോ പെയിൻ സ്പ്രേ, ഹെർബൽ പെയിൻ റിലീവർ, a product of വൈദ്യരത്നം, ഔഷധി, a government of Kerala undertaking. പുരോഹിതനായ പിതാവിന്റെ ശിക്ഷണത്തിൽ ആദ്യപാഠങ്ങൾ അഭ്യസിച്ച് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മോണോ ആക്ട് വേദിയിലെത്തി എറണാകുളം സ്വദേശി അലോക എസ് ഫ്ലോറിയ. എറണാകുളം രവിപുരം ലൂതറൻ ചർച്ചിലെ ഇടവക വികാരിയായ ഫാദർ സന്തോഷ് രാജാണ് മോണോ ആക്ടിലും കലയിലും അലോകയുടെ ആദ്യ ഗുരു. അപ്പീലിലൂടെ മോണോ ആക്ടിൽ എ ഗ്രേഡ് നേടിയാണ് അലോക സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്ക് എത്തുന്നത്. ഇവിടെയും എ ഗ്രേഡ് കരസ്ഥമാക്കാൻ അലോകയ്ക്കായി. എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അലോക. പിന്നീട് തേച്ചുമിനുക്കാൻ മറ്റ് അധ്യാപകർ ഉണ്ടായെങ്കിലും ഇപ്പോഴും ഏകാഭിനയത്തിന്റെ പെർഫെക്റ്റ് ടച്ച് അച്ഛനായ അച്ഛൻ തന്നെ, ഫാദർ സന്തോഷ് രാജ്. എനിക്ക് തിയേറ്ററിനോട് ഭയങ്കര പാഷനുള്ള ഒരാളാണ്. അപ്പം തിയേറ്റർ എന്ന് പറയുന്ന ഒരാളെ കുറച്ചും കൂടി ഒരു ടോട്ടൽ ഗ്രോയിങ്ങിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഒരു നന്നായിട്ടുള്ള ഒബ്സർവേഷൻ ഉണ്ടാവും. പിന്നെ മനുഷ്യ നിലയിൽ വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് തിയേറ്ററിനോട് എനിക്ക്. അപ്പം മോളും ആ വഴി തന്നെയാണ്, അവളുടെയും പാഷൻ അതാണ്. നമസ്തേ. പ്രസംഗങ്ങളിൽ മാത്രം സാംസ്കാരികത പാടുന്ന ആധുനിക മനുഷ്യൻ തന്റെ പ്രവർത്തികളിൽ. കലോത്സവ വേദിയിലെത്തിയ അലോക വേദിയിൽ അവതരിപ്പിക്കുന്നതും സമകാലിക ലോകത്തോട് സംവദിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഈ മോണോ ആക്ട് ചെയ്യുമ്പോൾ എന്നേക്കാൾ ഉപരി സന്തോഷിക്കുന്നത് എൻ്റെ സാറും എൻ്റെ പിതാവും ആയിരിക്കും, എൻ്റെ മാതാവും. ഞാൻ ഭയങ്കര തൃപ്തിയാണ്. എനിക്ക് സ്റ്റേറ്റിൽ വരണമെന്ന് മതിയായ ആഗ്രഹം ഉണ്ടായി, അതെനിക്ക് നടന്നു. ഭയങ്കര സന്തോഷമുണ്ട്. 2 പ്രാവശ്യം ജില്ലയിൽ മോണോ ആക്ട് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് അലോക. പ്രശസ്ത സിനിമാ സംവിധായകൻ പ്രിയനന്ദനന്റെ 7 നിറങ്ങളുള്ള സ്വപ്നം എന്ന പുതിയ സിനിമയിൽ കുയിലി എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അലോകയാണ്. വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത കഥ എന്നുവരെ, ആലപ്പി സുദർശനൻ സംവിധാനം ചെയ്ത കുട്ടിക്കാലം തുടങ്ങിയ സിനിമകളിലും ആക്ടർ ഇർഷാദ് അലിയോടൊപ്പം ഹിസ്റ്ററി എന്ന ഷോർട്ട് ഫിലിമിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അലോക ചെയ്തിട്ടുണ്ട്. പ്രശസ്ത കാഥികൻ ഇടക്കൊച്ചി സലീം കുമാറിന്റെ ശിഷ്യ കൂടിയായ അലോക നിരവധി വേദികളിൽ കഥാപ്രസംഗം അവതരിപ്പിച്ച തന്റെ മികവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. ഇടുക്കി ജില്ലയിൽ പ്രചാരത്തിലുള്ള ഗോത്ര കലാരൂപമാണ് മലപ്പുലയാട്ടം. വാദ്യോപകരണങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഇതിന്റെ സംഗീതം. പെൺകുട്ടികൾ പുരുഷവേഷം കെട്ടിയാണ് കലോത്സവ വേദിയിൽ വാദ്യോപകരണങ്ങൾ വായിക്കുന്നത്. ഉത്സവങ്ങളിൽ മാരിയമ്മൻ, കാളിയമ്മൻ, മീനാക്ഷി എന്നീ ദേവതകളെ ആരാധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത്.
ചിക്കുവാദ്യം, കിടിമുട്ടി, കുഴൽ, കട്ടവാദ്യം എന്നീ ഉപകരണങ്ങൾ സംഗീതത്തിനായി ഉപയോഗിക്കുന്നു. പരമ്പരാഗതമായി പുരുഷന്മാരാണ് വാദ്യോപകരണങ്ങൾ വായിക്കുക. കലോത്സവ വേദിയിൽ ഗേൾസ് സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുമ്പോൾ ഉപകരണങ്ങൾ വായിക്കാൻ അവർ പുരുഷവേഷം കെട്ടുന്നു. പരമ്പരാഗത രീതി വേദിയിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുരുഷവേഷത്തിൽ പെൺകുട്ടികൾ എത്തുന്നത്. മുണ്ടും ഷർട്ടും വേഷം ധരിച്ച് മീശയും തലക്കെട്ടുമായാണ് ഇവർ എത്തുക. ദേവിനെ പ്രീതിപ്പെടുത്താനുണ്ട്. പിന്നെ മുൻകാലങ്ങളിൽ കാട്ടിലൊക്കെ കിട്ടുന്നല്ല കിഴങ്ങ് സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മീനാക്ഷമ്മയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് കൂടുതലും ചെയ്യുന്നത്. അത് സാധാരണ ബോയ്സാണ് താളം കൊട്ടുന്നത്, അടിക്കുന്ന ഫുള്ള് ബോയ്സ് തന്നെ. അപ്പോൾ അതിനെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ പെൺപിള്ളേർക്ക് ബോയ്സിൻ്റെ ഡ്രസ്സ് ചെയ്യുന്നത്. കലോത്സവങ്ങളിൽ പെൺപിള്ളേരെ കൊണ്ട് ഗേൾസ് സ്കൂളാകുമ്പോൾ പിള്ളേർ തന്നെ അവരുടെ ബോയ്സിൻ്റെ വേഷം ധരിച്ചിട്ട് അങ്ങനെ ചെയ്യും. മലപ്പുലയാട്ടത്തിലെ വാദ്യോപകരണങ്ങൾ പിടിച്ച് ഏറെ നേരം വേദിയിൽ നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടാണെന്ന് പെൺകുട്ടികൾ പറയുന്നു. പിള്ളേരാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടാകും, അത്രയും വെയിറ്റ് എടുത്ത് നിന്ന് അടിക്കണത്. കുറച്ച് വെയിറ്റ് ഉണ്ട്, കെട്ടി കുറേ നേരം നിൽക്കുമ്പോൾ കുറച്ച്, പിന്നെ കൈ ഇങ്ങനെ കടയും കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ. പാരമ്പര്യമായിട്ട് അവർ ആണുങ്ങളാണ് കൊട്ടുന്നതൊക്കെ. അപ്പോൾ നമ്മളോട് സാറുമാരും അങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞത്. കൈ നല്ല വേദന എടുക്കും, കുറേ നേരം നിർത്താണ്ട് കൊട്ടണം, കൈ നല്ല വേദന എടുക്കും. ഗോത്രവിഭാഗത്തിന്റെ ആചാരങ്ങളുടെ പ്രത്യേകതകൾ കൂടിയാണ് കലോത്സവ വേദിയിൽ എത്തുന്നത്. കാലക്രമേണ അവതരണങ്ങളിൽ മാറ്റം വന്നേക്കാം. കലോത്സവ വേദിയിൽ നിന്നും CS ബൈജുവിനൊപ്പം AT അശ്വതി.